വിചാരിച്ചിരിക്കുന്നല്ലോ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റീമീസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ റിക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിച്ച ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫ്, നാളെയുടെ ജനിതകം എന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. കുറേ കുട്ടികളൊന്നും ചോദിച്ചിരുന്നു, മിസ്സേ സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി ക്വസ്റ്റ്യൻസിന്റെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പം ഓണം എക്സാം വന്നാൽ എങ്ങനെ എഴുതും എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സുകൾ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ബയോളജിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന 20 മാർക്കും നമ്മളങ്ങോട്ട് മേടിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ചില ക്വസ്റ്റ്യൻസ് ഞാൻ തരും, അതും ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമുക്കിതാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെതാണ്. ഓക്കെ, 40 മാർക്കിൻ്റെതാണ്. അപ്പൊ ഈ 40 തന്നെ നമുക്ക് വാങ്ങണം. പക്ഷെ 2 ചാപ്റ്റർ ആയതുകൊണ്ട് ആദ്യത്തെ ചാപ്റ്റർ 20 മാർക്ക് നിന്ന് ക്വസ്റ്റ്യൻസ് വരും. കൂടാതെ ഓർ ഓപ്ഷൻസും ഉണ്ടാകും. ചില ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു ഓർ ക്വസ്റ്റ്യൻ എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ മറ്റൊരു ഓർ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താകും ഒരു ചാപ്റ്ററിൽ നിന്ന് ഓർ ക്വസ്റ്റ്യനും കൂടെ തരാം. അങ്ങനെ എന്താണെങ്കിലും 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ബയോളജിയിൽ നിന്ന് വരുന്നത്. അതിൽ 1 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും, 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും, 3 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും, 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും. ഈ ഒരു പാറ്റേൺ ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഫസ്റ്റ് 1 മാർക്കിന്റെ ചോദ്യം, പിന്നെ 2 മാർക്കിന്റെ, പിന്നെ 3 മാർക്കിന്റെ, പിന്നെ 4 മാർക്കിന്റെ. ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ മിസ് കാണിക്കാൻ പോകുന്ന 1 മാർക്കിന്റെ ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ന്യൂക്ലിക് ആസിഡ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നവയിൽ ന്യൂക്ലിക് ആസിഡുകൾ ഏതെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫാറ്റി ആസിഡ്, DNA, പ്രോട്ടീൻ, RNA. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ച് വണ്ടി കഴിഞ്ഞതാണ് അല്ലെ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതും ന്യൂക്ലിക് ആസിഡിനെ പറ്റിയിട്ടാണ്. സോ തന്നിട്ടുള്ളവയിൽ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ DNAയും RNAയുമാണ്. DNAയും RNAയുമാണ് തന്നിട്ടുള്ളത്. ന്യൂക്ലിക് ആസിഡ് ക്ലിയർ കട്ട് ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി ഇഫ് there is any mistake in the given statement, correct it. അപ്പോ പ്രസ്താവനകളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞത്. ഇൻ an organism, ഇവിടെ തന്നിട്ടുള്ളതില് ഇൻ an organism physical appearance of a trait is called genotype എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ an organism ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എ ട്രൈറ്റ് ഈസ് കോൾഡ്. അതായത് നമ്മൾ ഒരു ജീവിയുടെ സ്വഭാവത്തിന്റെ പ്രകടരൂപത്തെ ജീനോടൈപ്പ് എന്ന് പറയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ. ഇത് ശരിക്കും ജീനോടൈപ്പ് അല്ല വരേണ്ടത്. ഇവിടെ ഏതല്ല വരേണ്ടത്? ജീനോടൈപ്പ് അല്ല വരേണ്ടത്. നമ്മൾ പറയുന്നത് ഏതാ? പ്രകട ഗുണത്തെ പറ്റിയിട്ടാണ്. പ്രകട ഗുണം ആകുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ഫീനോടൈപ്പ് എന്നാണ്. എന്താ പറയുന്നത്? ഫീനോടൈപ്പ് എന്നാണ്. അപ്പം അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ഇൻ an organism physical appearance of a trait is called phenotype. ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകട രൂപത്തെ ഫീനോടൈപ്പ് എന്നാണ് പറയുന്നത് എന്ന് അത് തിരുത്തി എഴുതണം. ഇനി എന്താണ് ജീനോടൈപ്പ് എന്നുള്ളത്? ജീനോടൈപ്പിന് നമ്മൾ ഇതേപോലെ ഒരു ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ദ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ ഇസ് കോൾഡ് ക്രോമസോം. ഒരു ജീനിന്റെ, ഇവിടെ പറയുന്ന എന്താണ്? ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ ക്രോമസോമുകൾ എന്ന് പറയുന്നു. ആണോ? ക്രോമസോമുകൾ ആണോ? ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ജീൻസിനെ നമ്മൾ പറയുന്നത് എന്താണ്? അലീൽ എന്നാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ നമ്മൾ എന്ത് എഴുതണം? അലീൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? തിരുത്തി എഴുതണം കേട്ടോ. ഫീനോടൈപ്പും അലീലും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയോസോം ആൻഡ് ന്യൂക്ലിയോടൈപ്പ്. ഈ ന്യൂക്ലിയോസോമും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും വ്യത്യാസം? 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട് അല്ലെ. അവിടെ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്. പിന്നെയോ ഇവിടെ ആയിട്ട് ഒരു ഫോസ്ഫേറ്റ്, ഒരു ഷുഗർ മോളിക്യൂൾ, ഇവിടെ ഒരു നൈട്രജൻ ബേസ്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാലോ DNA ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ ഒക്കെ വെച്ച് ബൈൻഡ് ചെയ്ത ഒരു കണ്ടൻസ്ഡ് ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്? പ്രോട്ടീൻ വെച്ച് ബൈൻഡ് ചെയ്ത DNA-നെയാണ്. അപ്പൊ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ എഴുതാൻ പഠിക്കുന്നത്. ഇത് ഈ ഒരു ടേബിൾ അങ്ങ് പഠിച്ചോളാം. ഈ ഒരു ടേബിൾ പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സോ ന്യൂക്ലിയോസോം DNA wrapped around histone protein. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് DNA ഇങ്ങനെ കണ്ടന്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ചുറ്റി
ഒട്ടിയ DNA ആണ് എന്ത്, ഹിസ്റ്റോൺ പ്രോട്ടീൻ വെച്ച് ചുറ്റിക്കെട്ടിയതാണ് എന്ത്, ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. അതേസമയം ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാലോ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA യുടെയും RNAയുടെയും ബിൽഡിംഗ് ബ്ലോക്കിനെ, ആ ഉണ്ടാക്കുന്ന നിർമ്മിത ഘടനയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ആൻഡ് DNA-യും ഹിസ്റ്റോപ്രോട്ടീനും കൂടെ ചേർന്നതാണ് എന്ത്, ന്യൂക്ലിയോസോം. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്, പഞ്ചസാര, ഫോസ്ഫേറ്റ് ചേർന്നിട്ടാണ്, പഞ്ചസാര ഫോസ്ഫേറ്റും കൂടെ ചേർന്നതാണ് എന്ത്, നമ്മുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ന്യൂക്ലിയോസോം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഹെൽപ്സ് ഇൻ DNA പാക്കേജിങ്. കോശകേന്ദ്രത്തിൽ DNA-നെ അടുക്കാൻ, DNA-നെ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് കണ്ടൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂക്ലിയോസോം ആണ്. ന്യൂക്ലിയോടൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, DNA അല്ലെങ്കിൽ RNA പോലത്തെ ജനറ്റിക് മെറ്റീരിയലിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഈ ടേബിൾ നോക്കി ഒന്ന് പഠിച്ചാൽ മതി. ഇൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ഔട്ട് ദ correct ones and wrong ones. First find out the correct ones and correct the wrong ones. അല്ലെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക, തെറ്റുള്ളവയെ തിരുത്തിയത്. വീണ്ടും നമുക്ക് തിരുത്തിയതാണ് പറഞ്ഞത്. Y chromosomes are larger than X chromosome. ആണോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമുക്ക് എത്ര ക്രോമസോം ഉണ്ട്, 46 ക്രോമസോം ഉണ്ട്. ഇവിടെ 22 പെയർ ഓഫ് ഓട്ടോസോംസ് അല്ലെങ്കിൽ നമ്മുടെ സൊമാറ്റിക് ക്രോമസോം, സ്വമരൂപ ക്രോമസോമുകളും ഉണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു പെയർ ഓഫ് സെക്സ് ക്രോമസോമും ഉണ്ട്. ഇതിൽ നോക്കിക്കേ, ഇവിടെ എക്സും വൈയും കാണാം. വൈ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ആണോ വരുന്നത്? അല്ല, വൈ ക്രോമസോമുകൾ എക്സ് ക്രോമസിനേക്കാൾ വലുതാണെന്നാണ്. പക്ഷെ തെറ്റാണ്, നമ്മൾ എഴുതേണ്ടത് ചെറുതാണ്. അല്ലെ, വൈ ക്രോമസോംസ് ആർ സ്മോളർ ദാൻ എക്സ് ക്രോമസോം എന്ന് തിരുത്തി ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് എഴുതാം. കംപ്ലീറ്റ് തന്നെ എഴുതണം കേട്ടോ. സൊമാറ്റിക് ക്രോമസോം സിമിലർ ക്രോമസോം ഹെൽഡ് ടുഗദർ. ശരിയല്ലേ, ഒരേപോലെയുള്ള 2 ക്രോമസോമുകൾ ചേരുന്നതാണ് സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണല്ലോ അല്ലെ, സമരൂപ ക്രോമസോമുകളാണ്. When DNA winds around histone octamer, nucleotide is formed. DNA wind around the histone octamer. അപ്പൊ അത് ഫോം ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ് ആണോ? അല്ല, അതിനെ നമ്മൾ പറയുന്നതാണെന്ന് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ദാറ്റ് ഈസ് ന്യൂക്ലിയോസോം. കണ്ടില്ലേ, ചോദ്യ പേപ്പറിൽ തന്നെ എന്തുണ്ട്, ഉത്തരമുണ്ട്. ന്യൂക്ലിയോസോം ആണ്, ന്യൂക്ലിയോടൈഡ് അല്ല. ജീൻ ഈസ് ഡെഫിനിറ്റ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് എ DNA. ഒരു DNA-ന്റെ ഒരു പെർട്ടിക്കുലർ ഡെഫിനിറ്റ് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് നമ്മൾ പറയുന്ന ജീൻ എന്ന് പറയുന്നത്. അപ്പം അത് രണ്ടും ശരിയാണ്. ബാക്കി രണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. 2 മാർക്ക് കിട്ടി. ഇനി ഒബ്സർവ് A and B and answer the following question. വീണ്ടും നമുക്ക് സെക്സ് ക്രോമസോംസ് തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. വിച്ച് ഇല്ലസ്ട്രേഷൻ റെപ്രസെന്റ് സെക്സ് ക്രോമസോംസ് ഇൻ മെയിൽ? പുരുഷന്മാരിലെ ലിംഗനിർണ്ണയ ക്രോമസോമുകൾ സൂചിപ്പിക്കുന്ന ചിത്രീകരണം ഏതാണെന്ന ചോദ്യം. നമുക്കറിയാം പുരുഷന്മാരിലാണ് എന്ത് വരുന്നത്, എക്സും വൈയും വരുന്നത്. സ്ത്രീകളിലാണെങ്കിൽ എക്സും എക്സും ആണ്. അപ്പം ഓഫ്കോഴ്സ് ഇതിന്റെ ഉത്തരം ഏതാ വരിക, എ ആണ് അല്ലെ. എക്സും വൈയും വരുന്നത് കൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്ന ചിത്രീകരണമാണ് പുരുഷന്മാരുടെ സെക്സ് ക്രോമസോം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് SRY ജീൻ ഇൻ പ്രസന്റ് ഇൻ വൈ ക്രോമസോം? വൈയിൽ ഒരു SRY ജീനിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവരെന്താ സഹായിക്കുന്നത്? ജീൻ ഓൺ ദ വൈ ക്രോമസോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റസ് ഇൻ ദി എംബ്രിയോ. ഭ്രൂണത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനെ വൃഷണങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ആരാണ്? ഈ വൈ ക്രോമസോമിലുള്ള SRY ജീനാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തി കമന്റ് ബോക്സിൽ എഴുതണം. SRY അതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കണ്ടെത്താൻ. ഇതിന്റെ ഫംഗ്ഷൻ നിർബന്ധമായിട്ട് പഠിക്കാം. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദ്യം. ടേർണർ സിൻഡ്രം തന്നിട്ടുണ്ട്, ക്ലൈൻഫെൽറ്റർ സിൻഡ്രം തന്നിട്ടുണ്ട്, മെയില് ഫീമെയിൽ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എളുപ്പമുള്ളത് മാച്ച് ചെയ്യാം അല്ലെ. ആദ്യം മെയില് ഫീമെയിലിന് നിങ്ങൾക്ക് എന്തായാലും അറിയാലോ. ആണെന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 44+XY ആണ് വരുന്നത്. മെയില് 44+XY, ഫീമെയിൽ എന്ന് പറയുന്നത് 44+XX വരും. അത് രണ്ടും നമ്മൾ സോൾവ് ചെയ്തു. ഇനി ബാക്കി നോക്കാം. ടേർണർ സിൻഡ്രം എന്ന് പറയുമ്പോൾ ഏതാണെന്നാണ്, അത് ഓർത്ത് വെച്ച് പഠിച്ചോളാം. 44+X0 ആണ്. 44+X0 എന്ന് വരുന്നതാണ് ഏത്, ടേർണർ സിൻഡ്രം എന്ന് പറയുന്നത്. ക്ലൈൻഫെൽറ്റർ സിൻഡ്രം ഇതിൽ ഏതാണ്? ക്ലൈൻഫെൽറ്റർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ 2 എക്സും ഒരു വൈയും കൂടെ അധികമായിട്ട് വരും അല്ലെ. അപ്പം XX 2X ആണ്. സ്ത്രീകളുടെ ഫീച്ചർ കുറച്ചുകൂടെ കൂടുതൽ കാണിക്കും. അപ്പം ക്ലൈൻഫെൽറ്റർ സിൻഡ്രം എന്ന് പറയുന്നത് 44+XXY, 44+XXY.
ഓക്കെ, അപ്പൊ ഇതുപോലെ മാത്സ് ഫോളോയിങ് ചെയ്താൽ ഫുൾ ഓൺ ഫുൾ സെറ്റ് ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ടേർണർ സിൻഡ്രം, ട്രിപ്പിൾ എക്സ് സിൻഡ്രം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രം ആൻഡ് XYY സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രോപ്പർ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി ഒരു പേപ്പറിലേക്ക് മാറ്റി സ്റ്റിക്കി നോട്ടൊക്കെ ആയിട്ട് റൂമിൽ വെച്ചാൽ എളുപ്പത്തിൽ പഠിക്കാം. ക്രിയേറ്റ് അപ്രോപ്രിയേറ്റ് പെയേഴ്സ് യൂസിങ് ഫോളോയിങ് ടേം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് താഴെ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഉചിതമായ ജോഡികൾ ഉണ്ടാക്കാനാണ്. പെയറിംഗ് ചെയ്യണം. തന്നിട്ടുണ്ട് SRY ജീൻ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ്, വൃഷണത്തിന്റെ വികസനത്തിന് സഹായിക്കുന്നതാണ് SRY ജീൻ തന്നു. ബാക്കി ഇനി നമ്മൾ പെയർ ചെയ്യുക വേണ്ടത്. കയാസ്മ, കയാസ്മ നമ്മൾ എവിടെയാ കാണുന്നത്? കയാസ്മ നമ്മൾ കാണുന്നത് എവിടെയാ? ക്രോസിംഗ് ഓവറിലാണ്. ക്രോസിംഗ് ഓവറിൽ കയാസ്മ കാണുന്നു. പിന്നെ കാണുന്ന വേരിയേഷൻ, വേരിയേഷൻ എന്തിനാ? മ്യൂട്ടേഷൻ വേരിയേഷന് കാരണമാവുന്നതാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മ്യൂട്ടേഷൻ. അപ്പം മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വേരിയേഷന് കാരണമാവുന്നു. മ്യൂട്ടേഷൻ വ്യതിയാനത്തിന് കാരണമാവുന്നു. പിന്നെ ആരാളുള്ളത്? ന്യൂക്ലിയോസോം ഉണ്ട്, ഹിസ്റ്റോൺ ഉണ്ട്. അപ്പം ന്യൂക്ലിയോസോം ആണ് ഹിസ്റ്റോൺ. ഹിസ്റ്റോൺ പ്രോട്ടീൻ വെച്ചിട്ടാണ് ന്യൂക്ലിയോസോം ഉണ്ടാവുന്നത്. അപ്പം ഇതുപോലെ എന്ത് ചെയ്യണം? ആൻസർ ഷീറ്റിൽ പെയർ ചെയ്ത് വെക്കണം. കയാസ്മ ക്രോസിംഗ് ഓവർ ആണ്, ഹിസ്റ്റോൺ ന്യൂക്ലിയോസോം ആണ്, മ്യൂട്ടേഷൻ വേരിയേഷന് കാരണമാവുന്നതാണ്. ആൻഡ് ക്രോസിംഗ് ഓവറിൽ എന്തുണ്ട്? എന്ത് തന്നിട്ടുണ്ട്? കയാസ്മ തന്നിട്ടുമുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. SRY ജീൻ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസോൺ. പെയറിങ് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. വീണ്ടും മാച്ച് കോളം ABC ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കൂടാതെ ഇതുപോലെ പെയറിങ്, മാച്ച് ഫോളോയിങ്, തെറ്റുകൾ തിരുത്തുക, ഈ മോഡലിലാണ് ചോദ്യങ്ങൾ വരിക. അടുത്തത് നമ്മൾ നോൺ മെന്റൈലിംഗ് ഇൻഹെറിറ്റൻസ് പഠിച്ചിരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. മുന്നേ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണേ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പോളിജനിക് ഇൻഹെറിറ്റൻസ്, കോ ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണവും എക്സാമ്പിൾ നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ്? ഡോമിനന്റ് അലിൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലിൽ ഓഫ് ദ റെസസീവ് ട്രൈൻ. പ്രകട ഗുണത്തിന്റെ അലിനെ ഗുപ്ത ഗുണത്തിന്റെ അലിനെ പൂർണ്ണമായി മറയ്ക്കാൻ സാധ്യത, പൂർണ്ണമായി മറയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇൻകംപ്ലീറ്റ് തന്നെ വേഗം കിട്ടും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? റെഡും വെള്ളയും കൂടെ ചേർന്നിട്ട് പിങ്ക് കളറായത് അല്ലെ. സോ അവിടെ നമുക്ക് പറയാം എന്താ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. പോളിജനിക് ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ എന്താണ്? പോളി, കൂടുതൽ ജീന് ഒരു ട്രൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സ്കിൻ കളർ ആണ് വരുന്നത്, ത്വക്കിന്റെ നിറ വ്യത്യാസം വരും. പിന്നെ വരുന്നതാണ് ഇത് കോ ഡോമിനൻസ്. കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ കോയാണ്, രണ്ടും ഒന്നിച്ച് വരുന്നു. ബോത്ത് അലിൽ എക്സിബിറ്റ് ദ ട്രൈറ്റ് അറ്റ് ദി സെയിം ടൈം ആണ് വരുന്നത് അല്ലെ. കോ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ രണ്ട് അലിലുകളുടെ ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാവുന്നു. കന്നുകാലികളുടെയും കുതിരകളുടെയും റോൺ കോട്ടാണ് ഇതിവിടെ വരുന്നു. കോ ഡോമിനൻസ് റോഡ് കോൺ പാറ്റേൺ ഫൗണ്ട് ഓൺ ദി കാറ്റിൽ ആൻഡ് ഹോസസ് ആണ്. അപ്പൊ ഇതുപോലെ മാത്സ് ഫോളോയിങ് ചെയ്ത് വെക്കുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും നോൺ മെന്റലിയൻസ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ, അതെന്തായാലും പഠിച്ചിട്ട് പോകണം. അടുത്തത് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ വിത്ത് ദി നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഡിഫറെന്റ് RNA ബീങ് പാർട്ട് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. mRNA, tRNA തന്നിട്ടുണ്ട്. ഇവിടെ ഇതാ റൈബോസോമുകളുടെ പ്രധാന ഘടകമായ അമിനോ ആസിഡുകളെ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത്. നമ്മുടെ റൈബോസോമൽ RNA ആണ്. അപ്പൊ ഇത് RNA ആണ് എങ്കിൽ mRNAന്റെയും tRNAന്റെയും ഫംഗ്ഷൻ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എളുപ്പത്തിൽ എഴുതാവുന്നേ ഉള്ളൂ. mRNA ക്യാരീസ് മെസ്സേജസ് mRNA carries messages from DNA. DNAയിൽ നിന്നുള്ള സന്ദേശം DNAയിൽ നിന്നും സന്ദേശം എത്തിക്കുന്നു അല്ലെ. അത് റൈബോസോമിൽ എത്തിക്കുന്നത് mRNA ആണ്. tRNA ആരെയാ ക്യാരി ചെയ്യുന്നത്? ക്യാരി അമിനോ ആസിഡ്സ് അല്ലെ. അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നത് ആരാണ്? അത് നമ്മുടെ tRNA ആണ്, ട്രാൻസ്ഫർ RNA. അപ്പൊ എന്തായാലും 3 വിധത്തിലുള്ള RNAകളും അതിന്റെ ഫംഗ്ഷൻസും അതിന്റെ സ്ട്രക്ചറും പഠിച്ചു വെക്കണം. T ഷേപ്ഡ് ആയിട്ടാണ് tRNA ഉള്ളത്. RNA പ്രത്യേകം അവിടെ സ്ട്രക്ചർ പറയുന്നില്ല. പിന്നെ mRNA നമ്മൾ കാണുന്നുണ്ട്, DNA ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് പോലെ RNA കാണുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും സ്ട്രക്ചർ ഓർക്കണം. tRNAന്റെ ഷേപ്പ് ഒക്കെ തന്നിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഇനി ഇവിടെ ജെനറ്റിക്സിൽ നിന്നൊരു ചോദ്യമാണ്. ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R, സ്മോൾ t, സ്മോൾ r തന്നിട്ടുണ്ട്. ഇവിടെ ടോൾ റൗണ്ട് സീഡഡ് ആണ്, ഡ്വാർഫ് റിംഗിൾഡ് സീഡഡ് ആണ്. ഇനി ചോദ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ABC ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഇവിടെ A, B അതിന്റെ ഗമേറ്റ് എഴുതണം. C ഉണ്ടായ F1ന്റെ ഫീനോടൈപ്പ് എഴുതണം.
എ എന്ന് പറയുന്നത് ഇതിന്റെ ഗമേറ്റ് ആണ് വരേണ്ടത്. അപ്പം ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ പ്യൂർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും? ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ ആർ. സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ വരുമ്പോൾ ഇവിടെ സ്മോൾ ടി സ്മോൾ ആറും വരുന്നു. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ ഡി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നത്. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഗമേറ്റ് ബീജകോശങ്ങൾ എഴുതാൻ വളരെ എളുപ്പത്തിൽ എഴുതാം. സി എന്ന് പറയുന്നത് എന്താണ്? ടോൾ റൗണ്ടഡ് ആണ് അല്ലെ? ടോൾ റൗണ്ടഡ് ആണ്. അപ്പൊ ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ചെടിയാണ് വരുന്നത്. ഇനി ഹൗ മെനി പ്ലാന്റ് കോമ്പിനേഷൻ ഡു വി ഹാവ് ഇൻ സെക്കൻഡ് ജനറേഷൻ ഇഫ് ഫസ്റ്റ് ജനറേഷൻ ഇസ് സെൽഫ് പോളിനേറ്റഡ്? ഈ F1-നെ നമ്മൾ സെൽഫ് ക്രൂസ് നടത്തി അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടത്തി സ്വപരാഗണം നടത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എത്ര ഫീനോടൈപ്പുകളാണെന്നാണ് ചോദ്യം. അപ്പൊ എത്ര കോമ്പിനേഷൻ ഉണ്ടാവുന്നതാണ് നമ്മൾ പുന്നറ്റ് സ്ക്വയർ ഒക്കെ വരച്ച് നോക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക 4 4 16 ഫീനോടൈപ്സ് ഉണ്ട്. എത്ര ഇതാ ഉണ്ടാവുന്നത്? യെസ്, നോക്കാം നമുക്ക്. ഹൗ മെനി പ്ലാന്റ് കോമ്പിനേഷൻ ഡു വി ഹാവ് ഇൻ സെക്കൻഡ് ജനറേഷൻ എന്നാ ചോദിച്ചത്. എത്ര പ്ലാന്റ് കോമ്പിനേഷൻസ് ഉണ്ടാവുന്നു എന്ന്. പ്ലാന്റ് കോമ്പിനേഷൻ നോക്കുമ്പോൾ ഇതിൽ 4 16 കോമ്പിനേഷൻസ് ഉണ്ടാവുന്നു. ഇനി ആ 16-ൽ തന്നെ വാട്ട് ഇസ് ഫീനോടൈപ്പ് ഓഫ് പ്ലാന്റ് ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം ദ പാരന്റൽ ട്രൈറ്റ്? ഈ പാരന്റൽ ട്രൈറ്റിൽ നിന്നും ഡിഫറെന്റ് ആയ ഫീനോടൈപ്പ് ഇതിൽ എത്രയൊക്കെ ഉണ്ടായി എന്നാണ് ചോദ്യം. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, മിസ് ഇത് ഡിഫറെന്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ടിപ്പിക്കൽ പാരന്റിന്റെ സ്റ്റൈലിൽ വന്നു അല്ലെ, ആദ്യത്തെ പാരന്റിൽ നിന്ന്. ഇതും ടിപ്പിക്കൽ പാരന്റിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത്. പിന്നെയോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം സെക്കൻഡ് ജനറേഷനിൽ വന്നത് എന്താണ്? ടോള് റൗണ്ട് ആണ്. അപ്പൊ ടോള് റൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഏതൊക്കെ? ടോള് റൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ പാരന്റ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫീനോടൈപ്പ് വന്നത് ഏതാണെന്നാ ചോദിക്കുന്നത്. അതേതാ വരുന്നത്? അത് ടോൾ പ്ലാന്റ് റിങ്കിൾഡ് സീഡും ഡ്വാർഫ് പ്ലാന്റ് റൗണ്ട് സീഡുമാണ്. ഉയരം കൂടിയ ചുളുങ്ങിയ വിത്തുള്ളതും ഉയരം കുറഞ്ഞിട്ട് ഉരുണ്ട വിത്തുള്ളതും. അത് പാരന്റൽ കോമ്പിനേഷൻ നമ്മൾ കാണാത്ത പുതിയതായിട്ട് ഉണ്ടായതാണ്. അതാണ് ഇവിടെ നമ്മൾ ഡിഫറെന്റ് കളറിൽ മിസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് പഠിക്കാവുന്നതാണ്. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ക്രോസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ക്രോസ് എന്തായാലും പഠിച്ചു വെക്കാം. അപ്പം മനസ്സിലാക്കിയല്ലോ ഏതൊക്കെയാണെന്ന്. മൊത്തം 16 വ്യത്യസ്ത കോമ്പിനേഷൻസ് രൂപപ്പെടുന്നുണ്ട് നമുക്കറിയാം. ആ 16-ൽ തന്നെ പ്ലാന്റ് കോമ്പിനേഷൻസ് നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിലെന്താണ്? വ്യത്യസ്തതയുണ്ട്. ഓരോന്നിലും വ്യത്യസ്തതയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1 2 3 4 പിന്നെയോ 5 6 ഇവിടെ 7 8 9 10 അല്ലെ? പലതിനും പല ഫീനോടൈപ്സുകളാണ് വരുന്നത്. അപ്പൊ അത് നല്ലോണം തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 4 മാർക്കിന്റെ ചോദ്യമാണ്. തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് എത്ര മാർക്കാണ്? 4 മാർക്കിന്റെയാണ്. അപ്പം ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ആൻസർ ദ ഗിവൻ ക്വസ്റ്റ്യൻ. പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയ ചിത്രീകരിക്കുന്നത് നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു സ്റ്റേജ് 1 ഘട്ടം 1 ഘട്ടം 2 ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെയിം ദ പ്രോസസ് റെപ്രസെന്റഡ് സ്റ്റേജ് 1 and 2. സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം. ഘട്ടം 1 ഏതാണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഘട്ടം 2 ഏതാണ്? ട്രാൻസ്ലേഷൻ ആണ്. അത് വ്യക്തമായിട്ട് അറിയാം. പ്രോട്ടീൻ സിന്തസിസ്. ഇതിൽ നിന്നും ഒരു ചോദ്യം എന്തായാലും വന്നിരിക്കും, നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി നെയിം ആൻഡ് ഫംഗ്ഷൻ മോളിക്യൂൾ ബി. ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്. മോളിക്യൂൾ ബി എന്ന് പറയുന്നത് ആരാണ്? അതിന്റെ ധർമ്മം എഴുതണം. ബി എന്ന് പറയുന്നത് mRNA ആണ്. mRNA ക്യാരി മെസ്സേജ് ഫ്രം DNA അല്ലെ? DNA-യിൽ നിന്നുമുള്ള സന്ദേശമാണ് എത്തിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക. സി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് tRNA ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സബ്സ്റ്റൻസ് എ. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ആണ് അല്ലെ? പ്രോട്ടീൻ നിർമ്മിക്കുന്നതിൽ tRNAക്ക് എന്താ റോൾ ഉള്ളത്? tRNA ആണ് പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം tRNAന്റെ റോൾ എന്താ? ക്യാരി അമിനോ ആസിഡ് ആണ്. ഇനി ഡി ക്വസ്റ്റ്യനോ റൈറ്റ് എനി 2 ഫങ്ഷൻസ് പെർഫോംഡ് ബൈ സബ്സ്റ്റൻസ് എ ഇൻ ലിവിംഗ് ഓർഗാനിസം. നമ്മുടെ ജീവനുള്ള വസ്തുക്കളിൽ ഈ പ്രോട്ടീൻ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്നാണ്. ഒന്ന് ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ദ ബോഡി. നമുക്ക് വളർച്ചയ്ക്കും നമ്മുടെ കലകളുടെ നിർമ്മാണത്തിനും എന്തെങ്കിലും ഒരു പരിക്കൊക്കെ വന്നാൽ അതിന്റെ നിർമ്മാണ പ്രക്രിയയിൽ സഹായിക്കുന്നുണ്ട്. 2 ഡിഫൻസ് മെക്കാനിസം. രോഗപ്രതിരോധത്തിന് ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കി പ്രോട്ടീനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ പ്രോട്ടീന്റെ ഫംഗ്ഷൻ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഈ ഒരു എക്സാം നടത്തിയ ഒരു എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് മിസ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആദ്യമായിട്ട് നിങ്ങൾ എഴുതുന്ന ഈ സിലബസിലെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചിലപ്പം ചില ചോദ്യങ്ങളുടെ ഉത്തരം ഉണ്ടാകും. കാരണം ആദ്യമായിട്ട് വരുന്നതോടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ക്ലൂ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പം ചോദ്യ പേപ്പർ നന്നായിട്ട് ആദ്യം തൊട്ട് അവസാനം കൂൾ ഓഫ് ടൈമിൽ വായിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും മിസ് വീണ്ടും വരുന്നതാണ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.